ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഇൻവിസിബിൾ സിബിൻ്റെ ഒരു ട്രിക്കായിട്ടാണ്. ഈ ബോഡിയും സ്കേർട്ട് പോർഷനും തമ്മിൽ ഒരു അളവ് വ്യത്യാസമില്ലാണ്ട് സെയിം കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ട്രിക്കാണ്. അതിന് വേണ്ടിക്ക് ആദ്യം നമ്മൾ ഫൂട്ടൊന്ന് മാറ്റാനുണ്ട്, വൺ സൈഡ് ഫൂട്ട്. പിന്നെ ഒരു കാര്യം, അധികം ഈ നമ്മൾ ഫ്രോക്കെല്ലാം ചെയ്യുമ്പോൾ ബോഡി പാർട്ട് വരെയാണ് സിബ് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പ്രശ്നമില്ല. ഈ താഴം വരെയുള്ള സിബ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടിക്ക് ആദ്യം നമ്മൾ നൂലെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എക്സസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അധിക പേർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഇത്. അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് കുറേ പ്രാവശ്യം തുന്നയിച്ച് എന്താ പറയുക സ്റ്റിച്ചെല്ലാം വിട്ട് പിന്നെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മൂഡ് തന്നെ പോവില്ലേ ഈ ഒരു സിബ് വെക്കുമ്പോൾ. എനിക്കെല്ലാം കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചത്. ഇതേപോലെ സിബ് എടുത്തിട്ട് പല്ലിൻ്റെ ഭാഗമാണ് മുകളിലോട്ടേക്ക് വരുന്ന വിധം പിന്നെ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സിബിൻ്റെ സ്റ്റാർട്ടിങ്ങും തമ്മിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഈ എന്താ പറയുക നമ്മളെ ബോഡി പാർട്ടും സ്കേർട്ടും തമ്മിലുള്ള സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് ഈ സിബ് എത്രയാണോ വരുന്നത് അവിടെ ഒന്ന് ചോക്കോടൊന്ന് മാർക്ക് ചെയ്യുക. സിബിൻ്റെ മുകളിൽ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സിബ് ഒന്ന് താഴോട്ടേക്ക് പിന്നെ താക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഈ നമ്മൾ ഒരു ബോഡീൻ്റെ സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചും ഈ മാർക്കും ഒരേപോലെ വരണം. ഓക്കെ, അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ പല്ലിൻ്റെ ഭാഗമാണ് മുകളിലോട്ടേക്ക് വരണം കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഒന്ന് തിരിച്ച് വെക്കുക. രണ്ടും ഇതാ ശരിക്കും നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചത്, എൻ്റെ സംസാരം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ കിട്ടും. ഓക്കെ, പിന്നെ ഈ ഒരു സിബിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിലേറ്റം ഉൾപ്പെടുത്തട്ടോ. ഞാൻ പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബറിനെല്ലാം ഈ ഒരു ട്രിക്കൊന്ന് പറഞ്ഞുതരാമെന്നുള്ള ഒരു ഇതിലാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു അളവ് മനസ്സിലാവില്ലേ, അത്ര മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് അതേപോലെ താഴോട്ടേക്ക് ഫസ്റ്റ് സിബ് വെക്കുമ്പോൾ ലോങ് ആയിട്ട് സിബ് വെക്കുമ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റാണ് പിന്നെ നമ്മൾ പിന്നെ മുകളിൽ നിന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് താക്കേണ്ടത്. ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ മോഡൽ കാണാൻ. അതൊന്ന് പോയിട്ട് കണ്ട് പിന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. ഈ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ എന്താ പറയുക സിബ് മുകളിൽ നിന്നേ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ബൈ.